വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിൽ സംഭവം പുനരാവിഷ്കരിച്ച് പോലീസ്. അക്രമം നടന്ന കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് പ്രതിയുമായി പുനരാവിഷ്കരണം നടത്തിയത്. അതേസമയം ജീവൻ പണയം വെച്ച് പ്രതി സുരേഷിനെ കീഴടക്കിയത് ബീഹാർ സ്വദേശി ശങ്കർ എന്ന് പോലീസ് കണ്ടെത്തി. നവംബർ 2-ന് കേരള എക്സ്പ്രസിൽ വെച്ച് ട്രെയിൻ നിർത്തിയിട്ടായിരുന്നു പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. ആക്രമിക്കപ്പെട്ട ശ്രീകുട്ടിയുടെയും അർച്ചനയുടെയും സ്ഥാനത്ത് 2 പോലീസുകാരെ ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ ഇരുത്തിയായിരുന്നു സംഭവം പുനരാവിഷ്കരിച്ചത്. തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ശ്രീകുട്ടിയും സുഹൃത്ത് അർച്ചനയും പ്രതി കയറിയ അതേ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. ആലുവയിൽ നിന്ന് ട്രെയിൻ കയറിയ പെൺകുട്ടികൾക്ക് പ്രതിയെ യാതൊരുവിധ മുൻപരിചയവുമില്ല. ട്രെയിനിലെ ശുചിമുറിയിൽ പോയി വന്നതിനു ശേഷം ജനറൽ കമ്പാർട്ട്മെന്റിന്റെ വാതിലിന് സമീപത്ത് നിൽക്കുകയായിരുന്നു ശ്രീകുട്ടി. പുകവലി അസ്വസ്ഥതപ്പെടുത്തിയപ്പോൾ ചോദ്യം ചെയ്തതാണ് പ്രകോപനമായതെന്നായിരുന്നു പ്രതി സുരേഷിന്റെ മൊഴി. അതേസമയം റെയിൽവേ പോലീസ് 2 ആഴ്ചയോളമായി അന്വേഷിക്കുന്ന ആ രക്ഷകനെ കണ്ടെത്തി. ബീഹാർ സ്വദേശിയായ ശങ്കർ ബഷ്വാനാണ് സുരേഷിനെ കീഴ്പ്പെടുത്തിയത്. അർച്ചനയ്ക്ക് നേരെയുള്ള ആക്രമണം തടഞ്ഞതും രക്ഷിച്ചെടുത്തതും ശങ്കറാണ്. ആക്രമണത്തെ തുടർന്ന് വർക്കലയിൽ ട്രെയിൻ നിർത്തിയതിന് പിന്നാലെ ശങ്കറും സുഹൃത്ത് പപ്പുവും പുറത്തേക്കിറങ്ങിയിരുന്നു. ശ്രീകുട്ടിയെ ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് മനസ്സിലാക്കിയ ഇവർ വർക്കലയിൽ നിന്ന് കൊച്ചുവേളിയിലെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. एक लेडीज के गिर गया, मैं देखा ना, एक लेडीज नीचे गिर गया तो एक लेडीज को मैं बचाया, उसको भी धक्का मार रहा था. मैं ट्रेन को चैन खींच के मैं उसको बताया. 200-ലധികം CCTV-കൾ പരിശോധിച്ചതിനു ശേഷമാണ് പോലീസിന്റെ സംഘം ശങ്കറിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 13 വർഷങ്ങളായി തിരുവനന്തപുരത്ത് ജോലി ചെയ്തു വരികയാണ് ശങ്കർ. നാട്ടിൽ പോയി വരുന്നതിനിടെയാണ് ട്രെയിനിൽ അതിക്രമം ഉണ്ടാകുന്നത്. പ്രതിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീകുട്ടി മെഡിക്കൽ കോളേജ് ICU-വിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മൊഴിയും തെളിവുകളും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. 90% തെളിവെടുപ്പും പൂർത്തിയായി കഴിഞ്ഞു. നാളെയാവും വർക്കലയെ എത്തിച്ചുകൊണ്ടുള്ള സുരേഷ് കുമാറിന്റെ തെളിവെടുപ്പുണ്ടാവുക. ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.